हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. 25ഉം 26ഉം ശ്ലോകങ്ങളും ചെല്ലാം. ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹസംവർത്തകോ വന്യേ അനിലോധരണീധര സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വവിക്വിഭൂ സൽക്കർത്താ സത്കൃത സാധുർ ജഹ്നുർനാരായണോ നരാ. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന നാമം 233 വന്നി. സംവർത്തകോ വന്നി. വന്നി വന്നി എന്ന് വെച്ചാൽ അറിയാം, എല്ലാവർക്കും അറിയാം, അഗ്നി, തീയ്, ഫയർ. ഈ വേദകാലം മുതൽക്ക് തന്നെ മന്ത്രവിധി പ്രകാരം അരണി കടഞ്ഞ് അതിൽ നിന്ന് അഗ്നി ഉൽപ്പാദിപ്പിച്ച് ദേവന്മാർക്കായി ഹവിസ്സുകൾ ഹോമിച്ച് വിവിധ ദേവന്മാരെ സന്തോഷിപ്പിച്ചിരുന്നു യാഗയജ്ഞങ്ങളിൽ. ഇന്ദ്രനാണെങ്കിൽ, വരുണനാണെങ്കിൽ, വായുവിനാണെങ്കിൽ, സൂര്യഭഗവാനാണെങ്കിൽ, ആർക്കാണെങ്കിലും അതാത് മന്ത്രം ചൊല്ലി ആ ഹവിസ് അവർക്ക് വേണ്ടി ആ യാഗാഗ്നിയിൽ ഹോമിക്കപ്പെട്ടിരുന്നു. അങ്ങനെയായിരുന്നു വിവിധ ദേവന്മാരെ സന്തോഷിപ്പിച്ചിരുന്നത്. കാരണം അവരുടെ ഭക്ഷണം അതാണ്, അവരുടെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന ഹവിസ്സാണ്. അപ്പോൾ പരസ്പരം ഭാവയന്ത, അവർ നമുക്ക് ചെയ്തു തരുന്ന സർവീസിന് നമ്മൾ തിരിച്ചവർക്ക് ചെറിയൊരു പാരിതോഷികം നമ്മൾ കൊടുക്കുന്നു. എത്രയോ നന്മ അവർ ചെയ്തു തരുന്നുണ്ട്. അതിന് കണക്കാക്കത്തക്ക പാരിഭാഷണമൊന്നുമല്ല, അങ്ങനെയൊന്നും കണക്കാക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ചെറിയൊരു ദക്ഷിണ പോലെ കൊടുക്കുന്നു. നമുക്ക് എത്രയോ കിട്ടുന്നവർ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളൊന്ന് പറഞ്ഞില്ലേ, ഒരു ഇൻലൈനിൽ എഴുതുമ്പോൾ 10 പൈസയുടെ ചിലവേ ഉള്ളൂ. പക്ഷെ അത് കൺവേ ചെയ്യുന്ന ആ മെസ്സേജ് എത്ര വിലപ്പെട്ടതാണ്, എത്ര കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൺവേ ചെയ്യണം. അപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഇൻലാൻഡിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പുറത്ത് ആർക്കാണോ നമ്മൾ അയക്കണം അവരത് വായിച്ചു നോക്കി മനസ്സിലാക്കി കിട്ടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആ ആനന്ദം അതിന് വില കൽപ്പിക്കാൻ പറ്റില്ല. അതിനെല്ലാം കൂടി നമ്മൾ 10 പൈസ കൊടുക്കണം. അപ്പോൾ അത് എക്കണോമിക്സിൽ അതിന് പറയും കൺസ്യൂമർ സർപ്ലസ്. നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. കൊടുക്കുന്ന പാരിതോഷികം എത്രയോ ചെറുതാണ്, കിട്ടുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് നമുക്ക് ദേവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓരോ സർവീസും, പഞ്ചമഹാഭൂതങ്ങളുടെ കയ്യിൽ നിന്നും മറ്റുള്ള ദേവന്മാരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ചില്ലറയില്ല. അതൊക്കെ ഒരാളില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ദോഷം നമുക്കറിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ നമ്മളെന്താ കൊടുക്കണേ? എപ്പോഴെങ്കിലും ഒരു യാഗോ യജ്ഞം നടത്തുമ്പോൾ കുറച്ച് ഹവിസ് കൊണ്ട് അതിൽ കൊണ്ടിടും, സ്വാഹ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിവിധ ദേവന്മാരെ നമ്മൾ സന്തോഷിപ്പിക്കുന്നത് ഈ ഹവിസ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ ഹവിസിൻ്റെ വാഹകനാണ് അഗ്നി. നിർദ്ദിഷ്ട ദേവന്മാർക്ക് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കേണ്ട ചുമതല ഈ അഗ്നിക്കാണ്, യാഗാഗ്നിക്കാണ്. ഒഫീഷ്യൽ
കൊറിയർ സർവീസാണ്. ഹിസ് മജസ്റ്റീസ് ഒഫീഷ്യൽ കൊറിയർ സർവീസാണ് അഗ്നി. ഹവിസ്സുകളെ വഹിക്കുന്നത് കൊണ്ട് വന്നി എന്ന് അറിയപ്പെടുന്നു. ഹവിസ്സിനെ വഹിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് അവന് വന്നി എന്നുള്ള പേര് വരുന്നു. പഞ്ചമഹാഭൂതങ്ങളിൽ ഒരു പ്രധാന ദ്രവ്യമാണ് അഗ്നി, അല്ലേ? പ്രത്യക്ഷത്തിൽ കാണുന്ന ബ്രഹ്മമാണ്, ബ്രഹ്മസ്വരൂപമാണ്. പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്ന ബ്രഹ്മസ്വരൂപമാണ് അഗ്നി. പ്രത്യക്ഷം ബ്രഹ്മ സത്യത്തിൻ്റെ പ്രതീകമാണ്. പണ്ടൊക്കെ സത്യം തെളിയിക്കാൻ അഗ്നിപ്രവേശനം ചെയ്യുകയല്ലേ ചെയ്യുക, അല്ലേ? അപ്പം അതിൻ്റെ തത്വം എന്താ വെച്ചാൽ അഗ്നിയാണ് എല്ലാ സാക്ഷിയും വഹിച്ചു നിൽക്കുന്നത്. അപ്പോൾ അഗ്നിക്ക് അതിൻ്റെ സത്യം അറിയാം. അപ്പോൾ സത്യവ്രതനാണ് അഗ്നി. അഗ്നി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശമാണ്. അഹം അഗ്നി എന്ന് പറയും ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ, രാജഗുഹയോഗത്തിൽ. ഞാൻ യാഗാഗ്നിയാകുന്നു എന്ന് ഭഗവാൻ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഞാനാണ് അഗ്നി, അഹം അഗ്നി. ദേവോഭ്യോ ഹവ്യം വഹന പ്രജനൻ എന്ന് നമുക്ക് തൈത്രീയ ബ്രാഹ്മണം പറയുന്നു. ദേവേഭ്യോ ഹവ്യം വഹന പ്രജനൻ, പ്രജകൾക്ക് വേണ്ടി ഹവ്യം, ഹവ്യത്തെ, ദേവേഭ്യോ ദേവന്മാർക്ക്, വഹന കൊണ്ടുപോയി കൊടുക്കുന്നു, കൊറിയർ. തൈത്രീയ ഉപനിഷത്തിലുള്ളതാ. ഭഗവത്ഗീത പറയണു, തൈത്രീയ ഉപനിഷത്ത് പറയണു. അപ്പൊ ദേവന്മാർക്കുള്ള കർമ്മഫലം കൂടി നൽകുന്നത് അഗ്നി വഴിയാണ്, അല്ലേ? ദേവന്മാർക്കുള്ള കർമ്മം, അവർ ചെയ്തു തന്നിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമല്ലേ അവർക്ക് കിട്ടുന്നത്. ചെറുതാവട്ടെ വലുതാവട്ടെ, അവർ ചെയ്തിട്ടുള്ള വില പിടിച്ച കർമ്മത്തിൻ്റെ ഒരു ചെറിയൊരു ഫലം നമ്മൾ കൊടുക്കുന്നു. ദേവന്മാർ അവരാവുക കാരണം, നമ്മൾ താഴ്ക്കടയിൽ നിൽക്കുന്നവരും അവർ മേൽക്കടയിൽ നിൽക്കുന്നവരാവുക കാരണം നമ്മൾ അതിനൊരു ചെറിയൊരു ടോക്കൺ കാണിക്കുന്നു. സാധാരണ അങ്ങനെയാണ് രാജാക്കന്മാരൊക്കെ. നമ്മളൊരു കൊല കായ കൊണ്ട് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് 10 കൊല തരും. അങ്ങനെയല്ലേ ചെയ്യുക? ഒരു അവിൽമണിക്ക് എന്ത് പറ്റി? ഒരു അവിൽമണി കൊടുത്തിട്ട് കുചേലൻ എന്താ കിട്ടിയേ? കൈവറ്റക്കാനുപായം ചെറുതൊരു പഴുതം കണ്ടുകിട്ടാഞ്ഞുടുക്കം പൈവല്ലാതേറ്റ പൈതങ്ങളിൽ അലിവണിഞ്ഞ കുചേലന്റെ കക്ഷേ കൈതൊട്ട കീറമുണ്ടിൽ പൊതിയിൽ അവിൽമണിക്ക് 1000 പൊൻ കൊടുത്ത കൈവല്യക്കാമ്പിനെ കൂപ്പുക മമവനമേ, പിന്നെ വേണ്ട വിഷാദം. ഒരവിൽമണിക്ക് എത്രയോ ലക്ഷം സ്വർണ്ണനാണയങ്ങളാണ് ഭഗവാൻ കൊടുത്തത്. അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ളതാണ് കൊടുത്തത്, ഭുവനം മുഴുവൻ. അപ്പോൾ മഹാന്മാർക്ക് നമ്മൾ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടിയല്ല 100 ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടുന്ന അർത്ഥം. അപ്പം ഈ ദേവന്മാർ നമ്മൾക്ക് തരുന്ന അനുഗ്രഹവും നമുക്ക് തരുന്ന സഹായവും നമുക്ക് ചെയ്തു തരുന്ന നന്മകളും ഇതിനൊക്കെ കണക്കാക്കി നമ്മളെപ്പോഴെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് ചെറിയൊരു ഹവിസ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല നമ്മുടെ, മനസ്സിലായില്ലേ? പക്ഷെ അത് കൊടുക്കാത്തവർ അധമന്മാരാണ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ കൊടുത്തു, എത്ര കൊടുത്തു എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ അവരെ ഓർമ്മ വെച്ചോ, അവർക്കൊരു നയാ പൈസ ആയിട്ട് ഒഴിഞ്ഞു വെച്ചോ, അല്ലെങ്കിൽ 1 മണി അരി അതിൽ കൊണ്ടിട്ടോ, ഒരു ഹവിസ് യാഗയജ്ഞം നടക്കുമ്പോൾ അതിൽ കൊണ്ടിട്ടോ, അത് മതി. അവർക്ക് അത്രേ വേണ്ടോ. പേര് രജിസ്റ്റർ ടിക്ക് ചെയ്യണം, പേരിന് അഗെയിൻസ്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഒരാളുടെ മുതൽ മാത്രം നമ്മൾ അനുഭവിച്ച് തിരിച്ചങ്ങോട്ട് ഒന്നും കൊടുക്കാത്തവൻ്റെ പേര് ഭഗവത്ഗീതയിൽ ക്ലിയറായിട്ട് പറയണ്ട. അവൻ്റെ പേര് കള്ളൻ എന്നാണ്, തീഫ്. ആ പേര് നമ്മൾ കേൾപ്പിക്കാണ്ടിരിക്കുക. അപ്പം എവിടെയെങ്കിലുമൊക്കെ യാഗമോ യജ്ഞമൊക്കെ നടക്കണ്ടെങ്കിൽ ഒന്ന് പോവുക. ഹവിസൊന്നും നമുക്ക് നേരിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിലും അതിന് കൂട്ട് ചേർക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ എന്തിനൊക്കെ വേണ്ടിയിട്ട് പ്രതീകമായിട്ട്
ഒരു 10 വയസ്സാ ഭണ്ഡാരത്തിൽ മനസ്സ് നെഞ്ഞത്ത് മാറത്ത 10 വയസ്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് പോരുക, ഭഗവാനെ എനിക്ക് ഇത്രേ പറ്റുള്ളൂ, എന്നെ കൊണ്ട് ഇത്രേ തരാൻ പറ്റുള്ളൂ, എന്താ യഥാശക്തി ഇട്ട് പോരുക, ഒരു പ്രശ്നവുമില്ല. അവിടെ കണക്ക് അവിടെ ടിക്ക് ചെയ്തോളും. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഹവിസിൻ്റെ വാഹകനാണ്, ഒഫീഷ്യൽ കൊറിയറാണ് അഗ്നി. അതുകൊണ്ട് അഗ്നി, ഭഗവാന് അഗ്നി എന്നുള്ള പേര് വന്നു. ഭഗവാൻ എല്ലാ പേരും ഉണ്ട്. പൃഥ്വി എന്നുള്ള പേരുണ്ട്, വായു എന്നുള്ള പേരുണ്ട്, എല്ലാം ഉണ്ട് ഭഗവാന്. അവിടെ അഗ്നിന് പറഞ്ഞു എന്ന് മാത്രം നമുക്ക് കാണാം. അപ്പം അത് അഗ്നി നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അഗ്നിയുടെ കത്തിൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അടുത്തത് 234 നാമം അനില. അനില മീൻസ് വായു ഭഗവാൻ. വായു ഭഗവാന്റെ പര്യായമാണ് അനില. മഹാവിഷ്ണു തന്നെയാണ് വായു ഭഗവാൻ എന്ന ഒരു സംശയവും കൂടാണ്ട് വിശ്വരൂപ ദർശന സമയത്ത് അർജുനൻ കൃഷ്ണനെ സ്തുതിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കുമോ, ഭീഷ്മര് ഞാൻ അന്ന് പറഞ്ഞ പോലെ വെറുതെ എന്തോ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകളല്ല. ഇതിനൊക്കെ മഹാവ്യാപ്തി ഉണ്ട് ഇതിൻ്റെ പിന്നിലൊക്കെ. ശാസ്ത്രത്തിൻ്റെ 100% അംഗീകാരമുള്ള നാമങ്ങളും വാക്കുകളാണ് ഭഗവാനെ കുറിച്ച് വ്യാസൻ ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്തെങ്കിലും ഞാൻ ചക്കൻ വന്ന് ചോദിച്ചു, ധർമ്മപുത്രരെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടെന്ന് ചോദിച്ചു, എന്തെങ്കിലും ഒരു ട്യൂഷൻ കൊടുത്ത് വിടണതല്ല ആ ശരശയ്യയിൽ കിടന്നിട്ട്. അതൊക്കെ ഉള്ളറിഞ്ഞ് ഉള്ളിൽ തട്ടി ചെല്ലുന്ന നാമങ്ങൾ അതൊക്കെ, മനസ്സിലായി? അതുകൊണ്ടാണ് ഈ സഹസ്രനാമങ്ങൾക്ക്, 2 സഹസ്രനാമങ്ങൾക്കും ഇത്ര ഒരു ഗാംഭീര്യത. മന്ത്രതുല്യമാണ് ഓരോ വാക്കുകളും, ഓരോ നാമങ്ങളും. അപ്പോൾ വിഷ്ണു തന്നെയാണ് വായു ഭഗവാൻ എന്ന് അർജുനൻ ഒരു സംശയമില്ലാണ്ട് പറയുന്നു. വായുര്യമോഗ്നേ വരുണ ശശാങ്ക പ്രജാപതിസ്ത്വം മഹശ്വ നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ആ വിശ്വരൂപം കണ്ടിട്ട് അർജുനന് എന്തൊക്കെയാ പറയേണ്ടെന്നൊരു പിടി കിട്ടുന്നില്ല. എന്നാൽ എന്തെങ്കിലും ചറപറാന്ന് പറയല്ല, അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് പറയണത്. വായുർ യമോ അഗ്നി വരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച. അങ്ങ് വായുവാണ്, അങ്ങ് യമനാണ്, അങ്ങ് അഗ്നിയാണ്, അങ്ങ് വരുണനാണ്, അങ്ങ് ശശാങ്കനാണ്, അങ്ങ് പ്രജാപതിയാണ്, അങ്ങ് പ്രപിതാമഹൻഷാണ്. പ്രപിതാമഹൻ എന്ന് വെച്ചെങ്കിൽ മുത്തച്ഛൻ്റെ മുതുമുത്തച്ഛൻ. നമോ നമസ്തേസ്തു സഹസ്രകൃത്വ. 1000 നമസ്കാരം ഭഗവാനെ. 1000 നമസ്കാരം മീൻസ് ആയിരക്കണക്കിന് നമസ്കാരം, thousands of prostrations. പുനശ്ച ഭൂയോ ഹി നമോ നമസ്തേ. പിന്നെ ഒന്നുകൂടി അവസാനം വരണ വഴിക്ക് 1000 എന്ന് പറഞ്ഞു പോരാ, മതിയാവില്ല, പിന്നെ ഒരു നമസ്കാരം കൂടി. വായുർ യമോ അഗ്നിവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേ സുസഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വിശ്വരൂപ ദർശനം 11-ാം അധ്യായത്തിൽ ഈ ശ്ലോകം കാണാം ഭഗവത്ഗീതയിൽ. രസകരമായിട്ടുള്ള തമ്പുരാൻ്റെ തർജ്ജമയും പിന്നാലെ. തീ കാറ്റു നീയേ വരുണൻ യമൻ നീ. കണ്ടോ, വായുർ യമോ അഗ്നി വരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച. തീ കാറ്റ് നീ, തീ കാറ്റു നീയേ, നീ തന്നെയാണ് തീയ, നീ തന്നെയാണ് കാറ്റ്. വരുണൻ യമൻ നീ, നീ വരുണൻ, നീ യമനാണ്. ചന്ദ്രൻ പ്രജേശൻ പ്രപിതാമഹൻ നീ. 1000 പാടിത കൈതൊഴുന്നേൻ. 1000 പ്രാവശ്യം ഞാൻ എന്താ ഭഗവാനെ കൈതൊഴുന്നു. 1000 പാടിത കൈതൊഴുന്നേൻ വീണ്ടും നിനക്കങ്ങിനെ കൈതൊഴുന്നേൻ. വീണ്ടും ഒരെണ്ണം കൂടിയും കിടക്കട്ടെ, അപ്പത്തിൽ നെയ്യ് അധികാവില്ലല്ലോ. നോക്കൂ, ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ നാമങ്ങളും അത്ര പ്രധാനപ്പെട്ട നാമങ്ങളാണ് ഓരോ നാമവും. ഇതിൽ സംശയം വേണ്ട. ഭഗവാൻ വായുവാണ്, യമനാണ്, അഗ്നിയാണ്, വരുണനാണ്, ചന്ദ്രനാണ്, എല്ലാം ആകുന്നു.
അപ്പം അഗ്നി എന്നവിടെ പറഞ്ഞ് അഗ്നിയുടെ സഹായമായി വായു പിന്നാലെ കൂടുണ്ട്. കണ്ടോ? അഗ്നിയിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അനില എന്നാണ് പറഞ്ഞേക്കണേ. അഗ്നിയുടെ സഹായമായിട്ടാണ് വായു പിന്നാലെ, അല്ലേ? അങ്ങനെയല്ലേ? തീയിന് സഹായം ആരാ? കാറ്റല്ലേ? തീ ആളി കത്തണമെങ്കിൽ കാറ്റും കൂടെ വേണ്ടേ? വേണ്ടേ? അപ്പം അതിൻ്റെ അഗ്നി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നാലെ വന്നി എന്നുള്ള നാമത്തിൻ്റെ തൊട്ട് പിന്നാലെ അനില, നീയുമ്പോൾ അതിൻ്റെ കൂടെ. മനസ്സിലായോ? അപ്പം ഈ വായുവിന് എങ്ങനെയാണ് അനില എന്നുള്ള പേര് വന്നേ? ഒരു പുരാണം, ചെറിയൊരു കഥയുണ്ട് അവിടെ. ഇത് പലവർക്ക് അറിയുമായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടി പറയണം, അറിഞ്ഞവർക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം. ഇന്ദ്രൻ്റെ വജ്രായുധം ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ഹനുമാനായിട്ട് ചെറിയൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അത് എടുക്കേണ്ടി വന്നു. എന്തോ ഒരു കശപിശയ്ക്ക് ഹനുമാനും ഇന്ദ്രനായിട്ട് ഒരു ചെറിയൊരു കൂട്ടിമുട്ടൽ വേണ്ടി വന്നു. എന്തോ ചെറിയ വേലി തർക്കോ അതിർത്തി തർക്കോ മതിൽ കെട്ടിയിലെ പ്രശ്നം, എന്തോ നിസ്സാര കാര്യം എന്ന് വിചാരിച്ചോളൂ. ഒന്ന് ഏറ്റുമുട്ടേണ്ടി വന്നു, ഇന്ദ്രനായിട്ടും ഹനുമാനായിട്ടും. ആരെ വിട്ടുകൊടുക്കുക? ശിവൻ്റെ അംശമാണ് ഒരാൾ ദേവനാണ്, വിഷ്ണുവിൻ്റെ ഏട്ടനാണ്, അല്ലേ? വാമനൻ്റെ ഏട്ടനാണ്, ഇന്ദ്രാനുജനാണ്. ഇവരൊക്കെ ദേവന്മാരൊക്കെ ഇന്ദ്രാനുജനാണ്, മഹാവിഷ്ണുവൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് കോംപ്രമൈസ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? ഹനുമാൻ കോംപ്രമൈസ് ചെയ്യും. അവസാനം വജ്രായുധം എടുത്ത് പ്രയോഗിക്കേണ്ടി വന്നു. വജ്രായുധം വന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല. അത് പരമാധികാരം ഉള്ളൊരു ശസ്ത്രമല്ലേ ഇന്നത്തെ കയ്യിൽ. അതിനെ വണങ്ങല്ലാണ്ട് പറ്റില്ലല്ലോ. ഒന്നുകിൽ വണങ്ങണം, ഇല്ലെങ്കിൽ മരിക്കണം. അത് വന്ന് ഹനുമാനെ തട്ടിയപ്പോൾ ഹനുമാന് മോഹത്സപ്പെട്ട് ജീവൻ പോയ പോലെ. അപ്പോൾ ഹനുമാൻ്റെ അച്ഛന് വളരെ ദുഃഖം തോന്നി. ഓ, എൻ്റെ മകനിങ്ങനെ പറ്റിയല്ലോ, എൻ്റെ കൂടെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു പ്രഹരം കിട്ടിയല്ലോ, അതും എൻ്റെ മേലധികാരി. എൻ്റെ മകനാന്ന് അങ്ങൊരു വിചാരിച്ചില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് അല്ലേ? ആരെ? ഇന്ദ്രൻ്റെ സബോർഡിനേറ്റ്. ആരെ? വായു, അല്ലേ? അങ്ങനെയല്ലേ? പഞ്ചഭൂതങ്ങളുടെയൊക്കെ പ്രിസൈഡിങ് ഡേറ്റ് ഇന്ദ്രനല്ലേ? എല്ലാവരെയും, എല്ലാ ദേവന്മാരുടെയും പ്രിസൈഡിങ് ഡേറ്റ് അങ്ങോരാണല്ലോ. അപ്പോൾ HOD ആണ്. അപ്പോൾ ഇടത് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോരുടെ കീഴിലുള്ള ഒരു ഓഫീസറുടെ, ഒരു സീനിയർ മാനേജറുടെ മകൻ്റെ മകട്ടുകാരെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടന്നു കഴിയല്ലേ? ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ കുറച്ച് ദിവസം കാഷ്വൽ ലീവ് എടുത്തു. ആരെ? വായു. ഇവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നേരെ മോനെയും കൊണ്ടിട്ട് ആ അവസ്ഥയിൽ പാതാളത്തിൽ എന്നിരുന്നു, ഒളിച്ചിരുന്നു അവിടെ. ഇവർ ഇവിടുന്ന് സ്ഥലം വിട്ടപ്പോൾ ഇവിടെ ആകെ ശൂന്യം, അല്ലേ? സപ്ലൈ ഇല്ല, വായു ഇല്ല. ഇലക്ട്രിസിറ്റി സപ്ലൈ പോയി. ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ ഇലക്ട്രിസിറ്റി സപ്ലൈ പോയാലത്തെ കഥ എന്താ? ഇവിടെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോവും, അറിയാം. അപ്പോൾ നമ്മൾ കമ്പരാന്തലും എന്താ പറയുക, മെഴുതിരിയൊക്കെ കത്തിച്ച് വയ്ക്കും. അതുകൊണ്ട് അങ്ങനെ കിട്ടാവില്ല. ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റി ഇല്ലെങ്കിൽ ബോംബെ സിറ്റി എന്നൊക്കെ വിചാരിക്കുക. പെട്ടെന്ന് അങ്ങോട്ട് ഇലക്ട്രിസിറ്റി പോയാൽ എന്ത് ചെയ്യും? ആകെ ഇരുട്ടാവില്ലേ? ആകെ ബഹളാവില്ലേ? ആകെ. അപ്പോൾ ഇത് വായു ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഭൂലോകവും സ്വർലോകവും എല്ലാവരും, ഇന്ദ്രന്മാർ, ദേവേന്ദ്രന്മാർ, സകല ദിക്കിലും ആകെ ഒരു സ്തംഭനം. നോ സപ്ലൈ, എയറില്ല. ഈ വായുവിൻ്റെ ഗുണം ആ വായു ഇല്ലാത്തപ്പോഴാണ് നമുക്കറിയുള്ളൂ. വായു ഉള്ളപ്പോൾ അതറിയില്ല, അല്ലേ? നോക്കിയിട്ടുണ്ടോ? നമ്മൾ എത്ര പേര് വായുവിൻ്റെ ഉപകാരം നമുക്ക് ഓർമ്മയിൽ വരും? ഓരോ പ്രാവശ്യം നമ്മൾ ശ്വാസം വിടുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട്, ശ്വാസം വിടുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും നമ്മുടെ ദിവസത്തിലിരുന്ന് താങ്ക് യു മിസ്റ്റർ വായു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എപ്പോഴാണ് നമ്മൾ പറയാ? അതൊന്ന് നിൽക്കട്ടെ, മൂക്കിൽ കൂടെ ഒന്ന് വരണമെന്ന് പോട്ടെ. വായു സ്തംഭിക്കുന്നു വേണ്ട, നിങ്ങളുടെ മൂക്കിൽ ജലദോഷം വരട്ടെ, അല്ലേ? അപ്പോഴാണ് നമ്മളറിയാം, എന്താ ഇയാളുടെ മിടുക്കെന്നാ വിചാരിക്കണത്. അപ്പോഴേ അറിയുള്ളൂ. വെയിലിൽ ചെന്നേ മർത്യൻ തണലിൽ ഗുണമറിഞ്ഞിടൂ. ഇതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോഴേ ഇതിനൊരു വിലയില്ല.
വെള്ളം, വായു ഇതൊക്കെ ഇങ്ങനെ ഫ്രീ സപ്ലൈ അല്ലേ നമുക്ക്. അപ്പോൾ അതിൻ്റെ വില അറിയില്ല നമ്മൾ. അത് നിൽക്കുമ്പോൾ അറിയാം. അപ്പോൾ വായു അങ്ങോട്ട് സ്തംഭിച്ചു, ലോകം മുഴുവൻ. ലോകം മാത്രമല്ല, ദേവലോകം എല്ലാ ദിക്കിലും അങ്ങോട്ട് സ്തംഭിച്ചു. എല്ലാ ലോകത്തിലും സ്തംഭിച്ചു. ഡിസ്റപ്ഷൻ ഓഫ് എസെൻഷ്യൽ സർവീസസ്. ഇത് സ്തംഭിച്ചപ്പോൾ എന്ത് ചെയ്തു? സംഭവം മനസ്സിലായി ദേവേന്ദ്രന്. അപ്പോൾ എല്ലാവരും കൂടി ദേവേന്ദ്രൻ്റെ അടുത്ത് ചെന്നു. അയ്യോ, ഇത് ഇങ്ങനെ ആയാൽ പോരാ, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കുക. ആദ്യം തന്നെ നമുക്ക് റിസ്റ്റോർ ചെയ്യാം. അതിനെന്താ വെച്ചാൽ ആദ്യം ചെയ്യൂ. ശരി, ഞാനത് പിൻവലിക്കാം എന്ന് പറഞ്ഞ് വജ്രായുധം പിൻവലിച്ചു. ഹനുമാൻ ഓക്കെ ഡിസ്ചാർജ് ചെയ്തു. ഈസ് ഓക്കെ നൗ. വായു വന്നു ഭൂമിയിലേക്ക്. എല്ലാം നോർമൽ. ഓൾ സപ്ലൈ റിസ്റ്റോർഡ്. കണ്ടീഷൻ നോർമൽ. അപ്പം ദേവന്മാർ സഭ കൂട്ടിയിട്ട് പറഞ്ഞു, ഇത് ശരിയാണ്, പക്ഷേ അതിനൊരു കാര്യമുണ്ട്. ഇങ്ങോരിപ്പം ഇങ്ങനെ അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്താൽ അത് ചെയ്യാൻ മോശമാണ്. അങ്ങോട്ടൊരു എസെൻഷ്യൽ സർവീസസ് പ്രൊവൈഡറാണ്. മെയിൻ്റനൻസ് ഓഫ് എസെൻഷ്യൽ സർവീസസ് അത് തെറ്റാ. അത് സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു നോട്ടീസും ഇല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് 24 മണിക്കൂറിന് സമയം കൂടി തരാണ്ട, ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പെട്ടെന്ന് മാന്യം കൊണ്ടിട്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പോയിട്ട് ആരോടും പറയാണ്ട് അവിടെ ഒളിച്ചിരുന്നാൽ ഇവിടെ വാട്ടർ സപ്ലൈ എന്താ പറയുക, എയർ സപ്ലൈ ഒക്കെ കംപ്ലീറ്റ് ആയി പോയില്ലേ? വൈറ്റൽ സബ്സ്റ്റൻസ് അല്ലേ അത്, എസെൻഷ്യൽ സർവീസ് അല്ലേ? അത് ഡിസ്റപ്റ്റ് ചെയ്യാൻ പാടുമോ? അത് വായു ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിന് എന്തെങ്കിലും ഒരു ശിക്ഷ, ചെറിയൊരു ടോക്കൺ ശിക്ഷ കൊടുക്കണം. കാര്യം ഇന്ദ്രൻ ചെയ്യാൻ പാടില്ലായിരുന്നു, അതൊക്കെ ശരി, ഓക്കെ ഫൈൻ. അങ്ങോട്ട് പിൻവലിച്ചില്ലേ? ഹനുമാൻ ഈസ് ഓക്കെ, സേഫ് ആയില്ലേ? പക്ഷേ ബീങ് എ വെരി റെസ്പോൺസിബിൾ ഓഫീസർ ഇൻ ദി ക്യാബിനറ്റ് ഓഫ് ഇന്ദിര, ഇന്ദിരൻ്റെ രാജ്യസദസ്സിൽ നല്ലൊരു സ്ഥാനമുള്ള ഒരാളാണ് വായു. അയാളെങ്ങനെ ഇറസ്പോൺസിബിളായിട്ട് ചെറിയ സ്കൂൾ കുട്ടികൾ കളിക്കണ പോലെ എന്നെ പിച്ചി എന്നെ മാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം സ്കൂളിലേക്ക് വരാണ്ടിരിക്കുക ചെയ്യാൻ പാടുമോ? അത് ചെയ്യാൻ പാടില്ലല്ലോ. ഇറ്റ്സ് നോട്ട് എക്സ്പെക്റ്റഡ് ഓഫ് ഹിം. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കണം, അല്ലാണ്ട് പറ്റില്ല. എല്ലാവരും കൂടി ആലോചിച്ച് എന്ത് പണിഷ്മെൻറ്റാണ് കൊടുക്കുക? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, തൽക്കാലം അവർക്കൊരു പെർമനൻറ്റ് റെസിഡൻസ് വേണ്ട, കൊടുക്കണ്ട, ക്വാർട്ടേഴ്സ് കൊടുക്കണ്ട, കാലി ചെയ്യാൻ പറയാം. അങ്ങനെ സുഖമായിട്ടൊരു ദിക്കിൽ പോയിരിക്കണ്ട, എവിടെയും ഇരുത്തരുത് അയാൾ. ലെറ്റ് ഹിം കീപ്പ് റോമിങ്, എപ്പോഴും ടൂറ് പോയിക്കൊണ്ടിരിക്കട്ടെ അങ്ങനെ. അപ്പോൾ ഒരു നിലയമില്ലാത്തവൻ എന്നർത്ഥം, ഒരു ഇരിപ്പിടം ഇല്ലാത്തവൻ എന്നർത്ഥം. അനില, അന്ന് മുതലാണ് അദ്ദേഹത്തിന് അനിലൻ എന്നുള്ള പേര് വരാൻ കാരണം. അല്ലേ? സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ വായുവിൻ്റെ സ്വഭാവം. ഒരേട്ടം നേരം സ്റ്റേബിളായിട്ട് നിൽക്കില്ലല്ലോ, സ്തംഭനാവസ്ഥ ഉണ്ടാവില്ല അന്ന് മുതൽ. അങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും, ഓരോ ദിക്കിലേക്ക് ഇങ്ങനെ ചലനം ഉണ്ടായി. ചില ദിക്കിൽ കൂടുതലുണ്ടാവും, ചില ദിക്കിൽ കുറവുണ്ടാവും. ബട്ട് ഹീ ഈസ് നെവർ കോൺസ്റ്റൻറ്റ്, ഹീ ഈസ് നെവർ കംഫർട്ടബിൾ, എന്താ പറയുക, സ്റ്റേബിൾ ഇൻ എ പ്ലേസ്. ഈ കീപ്സ് ഓൺ മൂവിങ്, ചലനം. വായുവിൻ്റെ ഗുണം അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അനില എന്നുള്ള പേര് വരാൻ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അനിലൻ എന്നും പറയുന്നതും ആരാ? ഭഗവാൻ തന്നെയാണ്. അഗ്നി ആരാ? ഭഗവാൻ തന്നെയാണ്. വരുണൻ ആരാ? ഭഗവാൻ തന്നെയാണ്. അഗ്നി പൃഥ്വി ആരാ? ഭഗവാൻ തന്നെയാണ്. ആകാശം ആരാ? ഭഗവാൻ തന്നെയാണ്. പഞ്ചഭൂതങ്ങളെല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ സൃഷ്ടി ഭഗവാനല്ലാണ്ട് പിന്നെ ആരാവുക? കൊടുക്കെടുക്കനും കമ്മലും പാദസരും ഒക്കെ ആരാ? സ്വർണം തന്നെ, സംശയമില്ല. രൂപഭാവങ്ങളും ഗുണങ്ങളും വ്യത്യാസം ഉണ്ടെന്നല്ലാണ്ട് എല്ലാം സ്വർണം തന്നെ. അതുപോലെ എല്ലാ പഞ്ചഭൂതങ്ങളും ഭഗവാൻ തന്നെ. ഓക്കെ, അടുത്ത 235 ധരണീധര. ധരണീധര നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളതാണ് കുറേ. ഭൂമിയെ വഹിക്കുന്നവൻ അർത്ഥം. വഹിക്കുക മീൻസ് അത് ഈ പുരാണങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ കാണാം, പക്ഷെ അതിൻ്റെ തത്വം അതല്ല കേട്ടോ. വഹിക്കുക എന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനെ കയറ്റി വയ്ക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അത് ആ തത്വം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, സാധാരണക്കാരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ, ആ പുരാണ കാലത്ത് ഒരു വലിയൊരു സാധനം തലയിൽ വെച്ചിട്ട് അത് ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഇത് ഭൂമി ദേവിയാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രം വരച്ച് കാണിച്ചു കൊടുത്തല്ലാണ്ട് അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവുമായിരുന്നില്ല. നമ്മളെ പോലെ ബുദ്ധിയുള്ളവരല്ലല്ലോ അന്ന്, അത് മനസ്സിലാക്കണേ. അപ്പം ആ തരം ആൾക്കാരെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കാൻ
ആ ഒരു താങ്ങി നിൽക്കലൊക്കെ ഉണ്ട് പൗരാണികമായിട്ട്. അപ്പോൾ ഭൂമി സകല ജീവജാലങ്ങളുടെയും താങ്ങുന്നു. ഭൂമിയാണുള്ള എല്ലാ ജീവജാലങ്ങളെയും താങ്ങുന്നത്. എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാക്കുക. ഭൂമിദേവി ഇങ്ങനെ ഇടത്തെ കൈയിട്ട് താങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അതിങ്ങനെ കൈ കഴിച്ചിട്ട് അമ്മയ്ക്ക് വലത്തെ കൈയിലേക്ക് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോഴാണ് ഭൂകമ്പം വരുന്നത്. എന്തൊക്കെ കഥകളാ അല്ലേ? രസമില്ലേ കഥ? അപ്പോൾ സകല ജീവജാലങ്ങളെയും താങ്ങി നിൽക്കുന്നത് ഭൂമിയാണ്. ആ ഭൂമിക്ക് ആധാരം ആരാ? താങ്ങണ ആൾക്കൊരു താങ്ങ് വേണ്ടേ? അവർക്ക് എവിടുന്ന താങ്ങ്? വേറൊരാൾ താങ്ങാൻ പറ്റില്ലല്ലോ. കഴുകുമ്പോൾ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒരാൾ. ഒരു കാരണപ്പാട് ഒരാളെ പയ്യനെ വിളിച്ചിട്ടാ, എനിക്ക് ഈ കഴുകുമ്പോൾ കയറാൻ പറ്റടാ. ആ ഞാൻ കയറാൻ മോനെ. നീ അതിന് മരം കയറാൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നീ കയറുക? ഞാൻ കയറുമ്പോൾ അടിയിൽ നിന്ന് ഒരാൾ താങ്ങി തന്നാൽ ഞാൻ അങ്ങനെ കയറിക്കോളാന്ന്. അപ്പം ഈ താങ്ങണ ആൾക്ക് കയറിക്കൂടെ? അങ്ങനെയുള്ള താങ്ങലല്ല നമ്മൾ ചോദിച്ചത്. ഈ ഭൂമി സകല ജീവജാലങ്ങളെയും താങ്ങി നിൽക്കുമ്പോൾ ആ ഭൂമിയെ താങ്ങാൻ ആര്? ആ ഭൂമി നിലനിൽക്കുന്നത് ആരുടെ ശക്തി കൊണ്ട്? അപ്പോൾ ഭൂമിക്ക് ആധാരമായ സ്വമഹിമയാൽ സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണുവിൻ്റെ വിഭൂതികളായ ആദിശേഷൻ, ദിഗ്ജഗങ്ങൾ, അഷ്ടദിക്പാലന്മാർ എന്നീ രൂപത്തിലുള്ള അവതാരങ്ങളെല്ലാം, മാത്രമല്ല അവതാരങ്ങൾ കൂർമ്മം, വരാഹം എന്നീ അവതാരങ്ങളൊക്കെയാണ് പുരാണ രൂപത്തിൽ നോക്കുമ്പോൾ ഭൂമിയെ താങ്ങി നിൽക്കുന്നത്. ചിലപ്പോൾ കൂർമ്മം താങ്ങാറുണ്ട്, ഇല്ലേ? ചിലപ്പോൾ വരാഹം താങ്ങാറുണ്ട്. ആദിശേഷനാണെന്ന് പറയണു, ഭൂമി ദേവിയെന്ന് പറയണു, ദിഗ്ജഗങ്ങളാണെന്ന് പറയണു, അഷ്ടദിക്പാലന്മാരാണ് ഭൂമിയെ പാലിക്കണമെന്ന് പറയണു. എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ പുരാണങ്ങളാണ്. ആധ്യാത്മിക രംഗത്തേക്ക് നമ്മൾ വന്ന് നോക്കുമ്പോൾ പുരാണ വീക്ഷണത്തിൽ നിന്ന് സ്വല്പം ഒരു ചെറിയ വീക്ഷണം മാറും നമുക്ക്. ആധ്യാത്മികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ധരണി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലോകം, അല്ലേ? പ്രപഞ്ചം. ലോകം എന്താ? നമ്മൾ വളരെ ലൂസായിട്ട് ഉപയോഗിക്കുന്ന, ലൂസല്ല, വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ ഈ ലോകം എന്നുള്ളത്. എന്താ ലോകത്തിൻ്റെ പോക്ക്? അങ്ങനെയൊക്കെ നമ്മൾ വളരെ ഉപയോഗിക്കില്ലേ? വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ ലോകം. സിനിമാ ലോകം, കായിക ലോകം, രാഷ്ട്രീയ ലോകം, വിദ്യാർത്ഥി ലോകം, അല്ലേ? സീനിയർ സിറ്റിസൻസിൻ്റെ ലോകം, ലേഡീസ് ലോകം, ചിൽഡ്രൻസ് ലോകം, ഇതൊക്കെ നമ്മൾ ലൂസായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആ ലോകത്തിൻ്റെ അർത്ഥം എന്താ? ആ ലോകം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആധ്യാത്മിക രംഗത്ത് മാത്രമല്ല, സാത്വികമായിട്ട് തത്വമായിട്ട് നമ്മൾ ലോകം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്, അനുഭവക്ഷേത്രം. എൻ്റെ അനുഭവമല്ല എൻ്റെ ലോകം, നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ ലോകമല്ലേ, നിങ്ങളുടെ അനുഭവം എൻ്റെ ലോകമാവൂ. മൈ വേൾഡ് ഈസ് മൈ എക്സ്പീരിയൻസ്, അല്ലേ? ഞാൻ ഈ ലോകം എന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടല്ല, അല്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടല്ലല്ലോ. നിങ്ങൾ ഹിമാലയം ചവിട്ടി കയറിയിട്ടുണ്ടാവാം, പസഫിക് ഓഷനിൽ നീന്തി കയറിയിട്ടുണ്ടാവാം, അതൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ ഈ പൊട്ടക്കുളത്തിലും കൂടി നീന്തിയിട്ടില്ല, കൊട്ടകത്തിക്കുന്ന് പോലും ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മൗണ്ടനിയർ ആവണം, ഒരു സ്വിമ്മർ ആവണം. അപ്പോൾ സ്വിമ്മറും മൗണ്ടനിയറൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, അത് നിങ്ങൾ വെച്ചോളൂ. ഞാൻ ഈ ഉരുളങ്കല്ല് ചവിട്ടി നടന്ന് ഇടവഴി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലോകം, അല്ലേ? അപ്പം നമ്മളുടെ ഒക്കെ ലോകം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഈ ലോകത്തിനെ താങ്ങി നിൽക്കുക പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസിനെ, ഓരോരുത്തരുടെയും എക്സ്പീരിയൻസിനെ താങ്ങി നിൽക്കുന്നത് ആര്? എന്ത്? ഓരോ ജീവിക്കും അവരുടേതായ ലോകമുണ്ട്. കാരണം ഭിന്നമായ അനുഭവങ്ങളാവുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരേ അനുഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഒരു പുഷ്പം നമ്മൾ കണ്ടു, കാണുന്നത് ഒരെണ്ണമാണ്. ഒരു 4-5 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. എല്ലാവരും കാണുന്ന എന്താ? പുഷ്പമാണ്. പക്ഷേ അവർ ആ അനുഭവം കൊണ്ട് അവരിൽ ഉണ്ടാകുന്ന അനുഭവ ക്ഷേത്രം, ലോകം വ്യത്യാസമില്ലേ? ഞാൻ പുഷ്പം കാണുമ്പോൾ എന്നിലുണ്ടാകുന്ന ലോകമാണോ നിങ്ങൾ പുഷ്പം കാണുമ്പോൾ നിങ്ങളിലുണ്ടാകുന്നത്? ഞാനൊരു ബോട്ടണിസ്റ്റാണ്. ഞാൻ പുഷ്പം കണ്ടാൽ ഞാൻ അതിൻ്റെ കാലിക്സ്, അതിൻ്റെ പെറ്റല് ഒക്കെ ഒന്ന് പിടിച്ച് പറിച്ച് നോക്കി, ആഹോ അതാണല്ലേ അതാണല്ലേ എന്നൊക്കെ വെച്ച് പിച്ച് ചിന്തി അവിടെ ഇടും.
നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്. നിങ്ങളെ പുഷ്പം കാണുമ്പോഴോ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ലോകം എന്താ? എന്താ അതിൻ്റെ ഭംഗി, ഇത് ക്യാൻവാസിലാക്കി അത്ര ഭംഗി ഉണ്ടാവും. നിങ്ങൾ ആ ആ ആ പൂവിൻ്റെ എന്താ പറയുക, ശരിക്കുള്ള തത്വത്തെ നിങ്ങൾ മനസ്സിൽ ഗ്രഹിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളതൊരു ക്യാൻവാസിലാക്കുന്നു. എന്തൊരു അനുഭൂതിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളൊരു കവിയാണ്. 10,000 saw I at a glance. കവിത നിങ്ങൾക്ക് ഒഴുകി വരും. ഒരാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുണ്ടോ ഈ പൂ കണ്ടിട്ട്? അവരൊക്കെ കൂടി ചോദിക്കുക, എന്താ കൃഷ്ണൻകുട്ടി നീ കരയണ? ഒന്നും പറയണ്ട. എന്ത് പറ്റി? ഈ പൂവ് വെച്ചിട്ടാണ് അവൾ ആദ്യം എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞത്. ഈസ് എ ലവർ. ഈ പൂവായിരുന്നു ആ പെണ്ണിൻ്റെ തലയിൽ അന്ന് അവൾ എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദിവസം. അത് കണ്ടുവന് അവനൊരു ലോകം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ. അപ്പോൾ എത്ര ലോകം ഉണ്ടായി ഒരു പുഷ്പം, എത്ര ലോകത്തിനെ ഉണ്ടാക്കി. നമ്മൾ എത്ര പേരുണ്ട്, അത്രയും ലോകമില്ലേ. അപ്പോൾ ഈ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലോകങ്ങൾ, ഭിന്ന അനുഭവങ്ങളാവുക കാരണം, പൂവിൽ നിന്ന് കിട്ടുന്ന ഭിന്ന അനുഭവങ്ങളാവുക കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങൾ ഉണ്ടാകുന്നു. അതാത് ലോകങ്ങൾ അതാത് ആൾക്കാർക്ക് ഏത് ശക്തിയാണ് താങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ അനുഭവത്തെ താങ്ങി നിൽക്കുന്നത് എന്താണ്? ആ അനുഭവത്തിൻ്റെ ഉണ്മയല്ലേ, എക്സിസ്റ്റൻസ് ഓഫ് ദാറ്റ് ഫീലിംഗ്, എക്സിസ്റ്റൻസ് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ്, അതല്ലേ താങ്ങി നിൽക്കുന്നത്. ആ സത്ത് പദാർത്ഥം, ദ ട്രൂത്ത് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ്. എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ട്രൂത്ത്, ഒരു എക്സിസ്റ്റൻസ് ഓഫ് ദ ട്രൂത്ത്, എക്സിസ്റ്റൻസ് ഓഫ് എക്സ്പീരിയൻസ് ഈസ് എ സബ്സ്ട്രാറ്റം. അതാണല്ലോ അതിൻ്റെ അടിത്തട്ട്. എല്ലാ എക്സ്പീരിയൻസിൻ്റെ അടിത്തട്ട് എന്താ? ആ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളൊരു അറിവ്, എനിക്ക് ഒരു അവെയർനെസ്. അതാണല്ലോ. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഡീപ്പ് സ്ലീപ്പിൽ എന്ത് എക്സ്പീരിയൻസ് ഉള്ളത് നിങ്ങൾക്ക്? സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതാരാ വന്ന് പറഞ്ഞതെന്ന് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ പരാമർശിച്ചിരുന്നു. അതാരാ വന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ there is an awareness in you. നിങ്ങളുടെ ഉള്ളിലൊരു കോൺഷ്യസ്നെസ് ഉണ്ട്, ഒരു ഉണ്മയായിട്ടുള്ളൊരു അറിവുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ നിങ്ങളെ നിങ്ങളുടെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ. അതാണ് ഈ എക്സ്പീരിയൻസിൻ്റെ സബ്സ്ട്രാറ്റം എന്ന് പറയുന്നത്. ജാഗ്രത അവസ്ഥയായാലും ശരി, സ്വപ്നാവസ്ഥയായാലും ശരി, സുഷുപ്തി അവസ്ഥയായാലും ശരി, നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിൽ, എന്താ പറയുക, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, മൂക്ക്, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. ഒരു വിഷയത്തെക്കുറിച്ച് കണ്ണിന് പറയാവുന്നതേ കണ്ണിന് പറയാൻ പറ്റുള്ളൂ. ഇന്നത് ഞാൻ കണ്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ മണം പറയാൻ പറ്റില്ല. അതിൽ നിന്ന് കേൾവിക്കുന്ന ശബ്ദം എന്താണെന്ന് പറയാൻ പറ്റില്ല. അത് തൊട്ടാൽ അത് സോഫ്റ്റാണോ ഹാർഡാണോ എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ രസം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടി അറിയണമെങ്കിൽ ഈ എല്ലാ പഞ്ചഭൂതങ്ങളും വേണം, പഞ്ചേന്ദ്രിയങ്ങളും വേണം. അല്ലെങ്കിൽ കുരുടന്മാർ ആനയെ കണ്ട പോലെയാവും. ഒരാൾ പറയും ഇത് നല്ലൊരു കയറാട്ടോ ഈ ആന എന്ന് പറഞ്ഞ സാധനം, വാല് പിടിക്കാൻ അങ്ങനെ പറയും. കാല് പിടിക്കാൻ പറയും ഇത് കയറൊന്നുമല്ല, അത് നല്ല തൂണാ. ഒരാൾ പറയും ഇത് തൂണൊന്നുമല്ല, ഇത് തനി പാറപ്പുറ. എല്ലാവരും പറയുന്നത് ശരിയാണ്, പക്ഷെ ആര് പറയുന്നതും പൂർണ്ണ ശരിയല്ല. അപ്പോൾ പൂർണ്ണ ശരിയാവണമെങ്കിൽ, ആ എക്സ്പീരിയൻസ് പൂർത്തിയാവണമെങ്കിൽ, നമുക്ക് ആ എക്സ്പീരിയൻസ് പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? ഈ 5 ഇന്ദ്രിയങ്ങളും, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, അവരുടെ അനുഭവങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നിൽക്കണം. മനസ്സ്, ബുദ്ധി, ഇതിൻ്റെ എനർജിയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നിന്ന്, ആ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ മാറ്റങ്ങളെല്ലാം താങ്ങി നിൽക്കുന്നത് മാറ്റമില്ലാത്തവനാണ്. ഓരോ എക്സ്പീരിയൻസും മാറ്റമാണല്ലോ. മാറ്റമെന്ന് പറയുന്നത് ലോകത്തിൽ അനിവാര്യമാണ്. ഒന്ന് മാറുമ്പോഴാണല്ലോ ഒന്ന് വരുന്നത്. ഒരു എക്സ്പീരിയൻസ് കഴിയുമ്പോഴാണല്ലോ വേറെ എക്സ്പീരിയൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വിധത്തിൽ കൂടെയും കിട്ടുന്ന അനുഭവങ്ങൾ അതിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒന്നാക്കി നെയ്തെടുക്കാനുള്ള കഴിവ് നമ്മളുടെ മനസ്സിനുണ്ട്. ആ മനസ്സിന് ശക്തി എവിടുന്ന് കിട്ടി? ബുദ്ധിയിൽ നിന്ന് കിട്ടി. ആ ബുദ്ധിക്ക് ശക്തി എവിടുന്ന് കിട്ടി?
അത് അത് അതൊരു ഇൻസ്റ്റൻ്റ്, അതങ്ങനെയാണ്. കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു, ആപ്പീസ് കൂട്ടി. ആലോചിച്ച് നോക്കൂ, കുറെ കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. ഏതൊരു ശക്തിയാണ് ഈ ലോകത്തിനെ ഈ നിലയ്ക്ക് പിടിച്ചു നിർത്തുന്നത്? സിദ്ധാന്ത ശിരോമണി എന്നുള്ളൊരു ഗ്രന്ഥം നമ്മളുടെ പൂർവിക മഹർഷിമാർ എഴുതിയിട്ടുണ്ട്. ഏത് കൊല്ലത്തിലറിയോ? ഏതാണ്ട് AD 528. 528 പറഞ്ഞാൽ ഇപ്പോൾ 1500 കൊല്ലം കഴിഞ്ഞു. 2000 അല്ലേ ഇപ്പോൾ? അപ്പോൾ 1500 കൊല്ലം കഴിഞ്ഞു. അതിൽ ശ്ലോകം എഴുതിയിരിക്കുകയാണ്: ആകൃഷ്ടിശക്തിസ്തു മഹീതയായത് ഖസ്ത്വം ഗുരുസ്വാഭിമുഖം സ്വശക്ത്യ ആകൃഷ്യത്തെ തത് പതതീവ ഭാതി സമേ സമാന്തത്വ പതത്വയം വേ. ആകൃഷ്ടശക്തി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ, ആകർഷണശക്തിസ്തു മഹീതയായത്, ആകർഷണശക്തി സ്ഥിതി ചെയ്യുന്ന ഖസ്ത്വം ഗുരും സ്വാഭിമുഖം സ്വശക്ത്യ, ആകർഷണശക്തിയിൽ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതെല്ലാം വസ്തുക്കളെ ശക്തി കൊണ്ട് ഭൂമി തന്നിലേക്ക് ആകർഷിക്കുന്നുവോ, ആകൃഷ്ടി ശക്തിസ്തു മഹീതയായത്, ആകർഷണശക്തിയുള്ള ഈ മഹീതലത്തിലുള്ള എല്ലാ ഖസ്ത്വം ഗുരും സ്വാഭിമുഖം സ്വശക്ത്യ, ഈ ഗ്രാവിറ്റേഷണൽ സ്വശക്തിയമായിട്ടുള്ള ഫോഴ്സ് കാരണം ഭൂമിയിലേക്ക് അതിനെ വലിച്ചെടുക്കുന്നു. ആകർഷ്യതേ തത് പതതീവ ഭാതി, ആ ആകർഷണശക്തി കൊണ്ട് മുകളിലുള്ള സാധനങ്ങളെല്ലാം താഴത്തേക്ക് വരുന്നു. മുകളിലേക്ക് പോയ സാധനങ്ങളെല്ലാം ആകർഷണ ശക്തി കൊണ്ട് താഴത്തേക്ക് വരുന്നു. ഏത് കൊല്ലത്തിൽ എഴുതിയത് സിദ്ധാന്ത ശിരോമണി? 528 AD. ഈ സിദ്ധാന്തം നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ? ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലേ? ന്യൂട്ടൺ ഏത് കൊല്ലം ജനിച്ചത്? ജനിച്ച കൊല്ലം 1670 AD. സിദ്ധാന്ത ശിരോമണി എഴുതിയത് 528 AD. ന്യൂട്ടൺ ജനിക്കുന്നതിൻ്റെ എത്ര കൊല്ലം മുമ്പ്? 1100 കൊല്ലം മുമ്പ്. ആകർഷിക്കപ്പെടുന്ന ഈ ഭൂമിയിൽ ആകർഷിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഖസ്ത്വം ഗുരു, ഈ ആകാശത്തിൽ ആകർഷിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും ആകാശത്തിൽ നിന്ന് ആകർഷണ ശക്തി കൊണ്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഗോളങ്ങളൊന്നും എന്തുകൊണ്ട് താഴത്തേക്ക് വീണില്ല? ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ട് താഴത്തേക്ക് വീണില്ല? മറ്റുള്ള ഗോളങ്ങൾ, നവഗ്രഹങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എന്തുകൊണ്ട് താഴത്തേക്ക് വീണില്ല? ആകർഷണ ശക്തി കൊണ്ട് ഡിം എന്ന് താഴത്തേക്ക് ഇങ്ങോട്ട് വരണ്ടേ? എന്താ വരാത്ത? സമേ സമാന്തത്വ പദത്വയം തേ, തുല്യശക്തിയാൽ എല്ലാ ദിശകളിലേക്കും ആകർഷിക്കപ്പെടുന്ന വസ്തുക്കൾ എങ്ങനെ താഴത്തേക്ക് വീഴാനാ? അല്ലേ? അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നിൽക്കുന്ന ഒരു ശക്തി. എന്താണ് ആ ശക്തി? അതിന് ഉത്തരം പറയില്ല ആർക്കും. അപ്പൊ തുല്യമായിട്ടുള്ള ശക്തി ആകർഷിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും 4 ദിക്കിലേക്കും ആകർഷിച്ചു വരുമ്പോൾ താഴത്തേക്ക് വീഴാതെ അത് സ്തംഭിച്ച് ഓരോ ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നു. ആ പ്രിൻസിപ്പിളല്ലേ ഇപ്പം നമ്മൾ ചില തൂണില്ലാത്ത പാലം കെട്ടുന്നത്? എന്തായാലും ഒരു പ്രിൻസിപ്പിൾ പറയില്ലേ, സ്പ്രിംഗ് ലിവർ ടെക്നിക്കോ എന്തോന്ന് പറയില്ലേ? ഇപ്പോൾ ഹവറ ബ്രിഡ്ജൊക്കെ നോക്കുക, അതിന് തൂണില്ല, 2 സൈഡിൽ നിന്നും പിടിച്ചു വലിച്ചിരിക്കുക. ആ 2 സൈഡിൽ നിന്നും പിടിച്ചു വലിച്ചതിൻ്റെ ശക്തി കാരണം താഴത്തേക്ക് വീഴുന്നില്ല, അത് നിലനിൽക്കുന്നു. അങ്ങനെ അതന്നെയാണ് സിദ്ധാന്ത ശിരോമണിക്കാരൻ പറഞ്ഞത്, സമേ സമാന്തത്വ പദത്വയം തേ. മനസ്സിലായോ? അതുകൊണ്ട് എന്താ പറയുക, ടൗ ഓഫ് ഫിസിക്സ് എന്നൊരു ബുക്കുണ്ട്, വായിക്കേണ്ട ബുക്കാണ്, ഫ്രിഡ്ജ് ഓഫ് കാപ്ര. ഇതായാലും എഴുതിയിരിക്കുകയാണ്, വേർ അൾട്രാ മോഡേൺ ഫിസിക്സ് ഹാവ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ്. ഇതൊന്നും ഫിസിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല.
ഈ ആകർഷണ ശക്തി ആരാണ് ഈ 4 ദിക്കിലേക്കും പിടിച്ചു വലിക്കാനുള്ള ശക്തി കൊടുക്കുന്നത്? വി ഹാവ് നോ ആൻസർ. ഇന്നേറ്റ് സ്ട്രെങ്ത് എന്ന് പറയും, അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ഇൻബിൽട്ട് സ്ട്രെങ്ത്, അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് തടി കപ്പാൻ നോക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഫ്രിഡ്ജ് ഓഫ് കാപ്ര, വേർ ദി അൾട്രാ മോഡേൺ ഫിസിക്സ് ഹാവ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ്, there starts the ancient Indian Upanishadic thoughts. നമ്മൾ പറഞ്ഞല്ല അത്. ഇന്ത്യൻ വ്യവസ്ഥയെ, ഭാരതീയ വ്യവസ്ഥയെ, സനാതന ധർമ്മത്തിന്, അതിലുള്ള ശാസ്ത്രങ്ങളെ, അതിൽ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, സ്മൃതി സ്മുരാണങ്ങളെ എല്ലാം, സ്മൃതികളെയും എന്താ പറയുക തത്വശാസ്ത്രങ്ങളെയും എല്ലാം വേണ്ട പോലെ പഠിച്ച് എഴുതിയിട്ടുള്ള ഫ്രിഡ്ജ് ഓഫ് കാപ്ര എഴുതിയിട്ടുള്ള താവ് ഓഫ് ഫിസിക്സ് ബുക്കിലാണ് ഈ കാണുന്നത്. വേർ ദി അൾട്രാ മോഡേൺ ഫിസിക്സ് ഹവ് കം ടു an abrupt end, there starts the ancient Indian Upanishadic thoughts. നാസയിലൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു, എറിക് ഡിക്സ്. ഈസ് എ ഡയറക്ടർ നാസ. അവിടെ അധികം കാലമൊന്നും ആയിട്ടില്ല, നാസ വന്നിട്ട് അധികമായിട്ടില്ലല്ലോ. അതിൽ എഴുതിയിരിക്കുകയാണ്, an intrinsic, inherent, self-guiding, self-motivating, self-energizing awareness is present in all living and non-living things. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്താണത്. കണ്ടുപിടുത്തല്ല, ഒബ്സർവേഷൻ. കണ്ടുപിടുത്തല്ല, ഡിസ്കവർ ചെയ്യുന്നതല്ല. ഹി ഒബ്സർവ്ഡ്. എന്താ അദ്ദേഹം ഒബ്സർവ് ചെയ്തത്? ഓൾ ഇൻട്രിൻസിക്, ഇൻഹെറൻറ്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ് അവേർനെസ് മീൻസ് കോൺഷ്യസ്നെസ്, പ്രജ്ഞാനം ബ്രഹ്മ, ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. കഴിഞ്ഞില്ല, അദ്ദേഹം നിർത്തിയില്ല, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വേറൊരു സെൻറ്റൻസ് തുടങ്ങി. ആ സെൻറ്റൻസിൽ അവസാനിപ്പിച്ചത് അദ്ദേഹം. ഇന്ത്യൻസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മൻ. നോക്കൂ, അതാണ് ആ അൺസീൻ ശക്തിയാണ് ബ്രഹ്മൻ എന്ന് പറയുന്നത്. ആ ശക്തിയാണ് ഇതിനെല്ലാം നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ പേര് ധരണീധര എന്ന് പറയാൻ കാരണം. ധരണിയെ ധരിച്ചവൻ, ധരണിയെ സപ്പോർട്ട് ചെയ്യുന്നത്, ദ സബ്സ്ട്രാക്റ്റം ഓഫ് ദ ഹോൾ വേൾഡ്. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ അതാണ് ധരണീധര എന്നുള്ള നാമത്തിൻ്റെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ നമുക്കിനി അടുത്ത നാമം നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.